ഫോൺ ഒളിപ്പിച്ചതിൻ്റെ പേരിൽ 10 വയസ്സുള്ള ഒരു മോൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ തയ്യാറായി. ഇത് ആ കുട്ടിയുടെ തെറ്റാണോ, അതോ ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ വലിയ സിഗ്നലാണോ? വീഡിയോയുടെ താഴെയുള്ള കമൻസ് ഒക്കെ ഇതാണ് കേട്ടോ. ആ കുട്ടീനെ നല്ലപോലെ ശിക്ഷിക്കണം എന്നാണ് പറയുന്നത്. നല്ല തല്ലുകൊടുത്ത് ഇറക്കി വിടുക, നല്ല തല്ലുകൊടുക്കുക, എൻ്റെ അമ്മയെ കാണുന്ന നിന്റെ 16 ആയിരിക്കും, ഇങ്ങനെയുള്ള കമൻസ് ആണ് ഞാൻ അതിൽ മൊത്തം കാണുന്നത്. നോക്കി, ഒരു 10 വയസ്സുകാരൻ്റെ ജീവൻ അപകടത്തിലാക്കാൻ പറ്റുന്ന ഒരു സാധനം, അതിന് ആ കുട്ടിക്ക് കൂടുതൽ പണിഷ്മെന്റ് കൊടുക്കുകയാണോ വേണ്ടത്, അത് കുട്ടിക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുകയാണോ വേണ്ടത്? ഒരു കുട്ടി എക്സ്ട്രീം ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിനർത്ഥം ആ കുട്ടി മോശം കുട്ടി ആണ് എന്നല്ല. ഇത് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിനിന്റെ ഒരു ഡിസ്ട്രസ് സിഗ്നൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫോണ് പറിച്ചെടുത്ത് മാറ്റി വെച്ച് 2 തല്ലും കൊടുത്ത് വീട്ടിലിരുത്തിയാൽ മതി എന്ന്? ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത്. അപ്പം മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഇത് പെട്ടെന്ന് പറിച്ചെടുക്കലല്ല, ആദ്യം കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കലാണ്. ആ കുട്ടി എത്രമാത്രം ഡിപ്പെൻഡൻ്റ് ആണ്, ആ കുട്ടി എന്താണ് അതിൽ ചെയ്യുന്നത്, എന്തിനാണ് ആ കുട്ടിക്ക് ഇത്രയും ഡിപ്പെൻഡൻസി അതിൽ വന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പാരൻസിലുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞ് ഫോണിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പെട്ടെന്ന് വലിക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സ്ക്രീൻ ടൈം ഫിക്സ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കുട്ടികളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കലാണ്. ഡിസിപ്ലിൻ വേണം, റൂൾസ് വേണം, പക്ഷെ ഹ്യൂമിലിയേഷൻ അല്ല. കമ്മ്യൂണിക്കേഷൻ ആണ് ഫസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. പാരൻസിനെ പേടിച്ച് വളർന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഒബേ ചെയ്യുമായിരിക്കും, പക്ഷേ പാരൻസിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും, അവരുടെ ലൈഫ് കുറച്ചുകൂടി ഫ്ലറിഷ് ആയിരിക്കും. വാട്ട് ഡു യു തിങ്ക്? കമന്റ് ബിലോ.